കാർഷിക മേഖലയെ ഇഷ്ടപ്പെടുന്നവർ ഈ വളപ്രയോഗം കൂടുതലായി മനസ്സിലാക്കും. ഞാൻ നിതീഷ് തൊലത്തുവേൽ, നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർഷിക മേഖലയിൽ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷവും 4 മാസവുമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞേട്ടൻ്റെയും ഫിലിപ്പിയേട്ടൻ്റെയും അനുഭവക്കുറിപ്പിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റ് കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി നേരിട്ട് കണ്ടുമുട്ടും. നമസ്കാരം. നമ്മളിന്നിവിടെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നെല്ലിപ്പാറയിലെ പ്രിയപ്പെട്ട കർഷകൻ കുഞ്ഞുഞ്ഞ് സാറിൻ്റെ തോട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി 2ാം വർഷത്തിലേക്ക് നെറ്റ്സർഫിൻ്റെ ലിക്വിഡായിട്ടുള്ള ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിനോട് അനുഭവങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ കർഷകർക്ക് വേണ്ടിയിട്ട്? എൻ്റെ പേര് സെബാസ്റ്റ്യനാണ്. വീട്ടിലെല്ലാവരും നിന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ സീസണിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു. കുറച്ച് ഭാഗത്താണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചൊരു എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അത് ഞാൻ കുറച്ച് തേറായ കമ്പുകളുണ്ടായിരുന്നു ഈ മണ്ട ദ്രവിച്ച് പോകുന്ന, അതിന് ഞാൻ ഒഴിച്ചു. പിന്നെ പൊടിക്ക് അത് പഴുത്തു പോകുന്ന മുറിഞ്ഞ് വീണുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കൊണ്ട് ഒഴിക്കുന്നത്. അത് ഒഴിച്ചു. അത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ഇലയെല്ലാം പച്ചപ്പായി. അപ്പോൾ പിന്നെ ഞാനത് കമ്മിനും ഈ മണ്ട അടച്ചു പോകുന്ന അതിനെ കൊണ്ട് അല്പം കൂടുതൽ ഒഴിക്കും. അത് ഇപ്പം അതിൻ്റെ പുതിയതായി ഇല വരുന്നുണ്ട്, ഇല വരാൻ തുടങ്ങി. മറ്റേ അത് കാരണം ഇത് പോവുകയാണ് പതിവ്. ഒരു 2 വർഷം കൊണ്ട് അത് മറിഞ്ഞ് വീട്ടിൽ പോകുമായിരുന്നു. ഇത് രക്ഷപ്പെടുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ തിരുമേനിയിലെ ഫിലിപ്പേട്ടൻ്റെ കൂടെയാണുള്ളത്. കഴിഞ്ഞ 4 മാസക്കാലം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഫിലിപ്പേട്ടൻ നമസ്കാരം. ഇത് ഉപയോഗിച്ചതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ? ഞാൻ ഫിലിപ്പേട്ടൻ എന്ന് പറയുമ്പം പാറാക്കാട്ട് ഫിലിപ്പേട്ടൻ ചെറുപഴം പലചരക്ക് വ്യാപാരമൊക്കെ ആയിട്ട് ഇരുന്നാണ്. തിരുമേനിലാണ് താമസം. മിക്കവാറും ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അറിയാം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് 4 മാസം മുമ്പാണ് ഈ വളം ഉപയോഗിച്ചത്, നാനോ നെറ്റ്സർഫ്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഈ 4 മാസത്തിനുള്ളിൽ ഞാൻ കണ്ടു. നല്ല വളർച്ചയും ചെടിയുടെ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് അദ്ദേഹം അയച്ചു തരും, അത് കാണാം. അപ്പം വിശ്വസിക്കാം. ഈ 25 രൂപ 30 രൂപയുടെ തൈ നേഴ്സറിയിൽ നിന്ന് മേടിച്ച് അതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്, മറ്റൊന്നും ചെയ്തിട്ടില്ല. അതിന് ഈ വളം ആദ്യം നേരത്തെ ചാണകമൊക്കെ ഒഴിച്ചായിരുന്നു. പിന്നീട് ഇതൊഴിച്ചാൽ പിന്നെ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ വേനൽക്കാലത്ത് കഠിനമായ വെയിലും ചൂട് ഏൽക്കുന്ന സ്ഥലമാണ്, ചൂടും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ തൈകൾ ഒന്നുപോലും പൊതിഞ്ഞു കെട്ടുവോ അല്ലെങ്കിൽ പന്തലിടുവോ, ഗ്രീൻ നെറ്റ് ഇട്ട് പന്തലിടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പന്തലൊന്നും ഇട്ടില്ല. ഇവർ പറഞ്ഞ് ഇടണ്ടാന്ന്. ഇത് ചെറിയ കവുന്തൈയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ തൈ ഇപ്പോഴാണ് കാണുന്നത്. 2ാം വട്ടം ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. പണിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. കവുന്തൈയുടെ ഓല എപ്പോഴും വരുന്ന കൂമ്പ് ആദ്യത്തെ വെളുക്കും, ബാക്കി കറുത്തിരിക്കും. അപ്പം കൃഷിക്കാരനറിയാം, ചെടിയുടെ ഓല കാണുമ്പോൾ അല്ലെ ഇല കാണുമ്പം അതിൻ്റെ വളർച്ചയെക്കുറിച്ച് കൃഷിക്കാർക്കറിയാം. അപ്പോൾ അങ്ങനെ നല്ല വളർച്ചയിൽ നല്ല സംതൃപ്തിയോടുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസം വേറൊരു തോട്ടം കവുന്തൈ വെച്ചൊരു തോട്ടം കാണാനിടയായി. ഞാൻ അവിടെ ചെന്നിപ്പോൾ ചോദിച്ചു, ഇത് അത്ര നാളായി ഈ തൈ വെച്ചെത്തുന്നു. അപ്പം ഇത്രയും പോലും ഇല്ല, അത് 2 വർഷമായി. നന്നായിട്ട് കൃഷിക്കാരനാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അതാണ് വളത്തിൻ്റെ വ്യത്യാസം. ഞാൻ അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അത് എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇനി കൂടുതൽ റിസൾട്ടുമായിട്ട് സെപ്റ്റംബറിൽ കാണാം. കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ആദ്യം തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. അതല്ലേ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ സാറിപ്പോൾ ആദ്യം എന്നോട് പ്രൊഡക്റ്റ് എടുത്തത് ഒരു 5 സെറ്റ് എടുത്തിട്ടുള്ളൂ, 4 സെറ്റ്. അത് ചെറിയ ഭാഗത്ത് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ സാറ് എല്ലാ മേഖലയിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതല്ല. ഇതിന്റെ ഗുണങ്ങൾ, ലേബർ കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ലേബർ കോസ്റ്റ് അധികം എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്പ സ്ഥലമുണ്ട്. മറ്റു വളങ്ങൾ ഇടുന്നതൊക്കെ വെച്ച് നോക്കിയാൽ ഞങ്ങൾക്കൊരു ഭേദമാണ്. ഓക്കെ. ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല റിസൾട്ട് തന്നെ വരുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയാണ് വിളകൾ കാണുന്നത്. കാരണം പൂവാനായ കൊടികൾ പോലും കൂടുതൽ മെച്ചത്തിൽ വന്നു അല്ലേ? ഓക്കെ. കർഷക സുഹൃത്തുക്കളെ, ഇതാണ് കർഷകരുടെ അനുഭവം എന്നുള്ളത്. നമ്മുടെ ഉൽപ്പന്നം ഒന്ന് കാണിക്കാവോ സാർ? ഇത് നൈട്രജൻ ആണ്. അതിന്റെ 5 എണ്ണം കൂടിയിട്ടാണ് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1000 തെങ്ങിന് ഉപയോഗിച്ചു, കവുങ്ങിന് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ ഏതൊക്കെ ഇതിലാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പം 1000 കവുങ്ങിന് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ 100 തെങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. വെട്ടുന്ന റബ്ബർ മരങ്ങൾ 400-500 എണ്ണം ഉണ്ട്, അതിന് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ പട്ടമരപ്പ് ഉണ്ടാകുകയില്ല.
പാലിന് DRS കൂടുമെന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റുള്ള അനുഭവം വെച്ചുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് അത് ഇപ്രാവശ്യം ചെയ്യുകയാണ്. അതിൻ്റെ റിസൾട്ട് ഡിസംബറിലോ അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ റബ്ബർ ഓട്ടുമ്പോൾ 2ാം പ്രാവശ്യം ഒഴിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ റബ്ബറിൻ്റെ അനുഭവത്തെക്കുറിച്ച് അന്നേരം പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് തോട്ടത്തിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളമായിട്ട് ഈ ജൈവവളം നാനോടെ വളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ ഒന്നുമില്ല. പഴയ ലേശം വളം ബാക്കി ഇരിപ്പുണ്ട്. അതാർക്കെങ്കിലും രാസവളം അതാർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു പേട്ട, വളരെ നന്ദി. സാറിനെ പോലുള്ളവരാണ് കർഷകർക്ക് വേണ്ടി ഇത് എത്തിക്കുന്നത് എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. കുഞ്ഞുചേട്ടൻ്റെ തല പോയ കവുങ്ങ് തിരിച്ചു വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. ഈ കവുങ്ങാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ മണ്ട കുറേ നശിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിന് അല്പം കൂടുതൽ കൊണ്ടൊന്ന് ഒഴിച്ച് അതിപ്പോൾ കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ മണ്ട മറിഞ്ഞു പോയി ആ സ്വഭാവത്തിൽ നിന്ന് മാറി പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇതിൻ്റെ അത് വേറെ 2-3 കവുങ്ങുകളുണ്ട്. അത് ചെറിയ ഇതിനും പ്രായം കുറഞ്ഞതാണത്. അതും ഇങ്ങനെ അതിനെല്ലാം ഇല ഇപ്പോൾ വരുന്നുണ്ട്. അതല്ലേ കാണുന്നുണ്ട്. നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചത്. ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ NPK ഷേത്ത് സ്റ്റിമറിച്ച് എന്നിവ മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റോളം ഈ ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കൂമ്പ് കുറുകിയ നമ്മുടെ കവുങ്ങൊക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അല്ലേ? അതെ, അത് ഇതേപോലെ വന്നു പോയതാണ് ആ മണ്ട പോയി നിൽക്കുന്നത്. എവിടെ ആയിരുന്നുള്ളത്? ഓക്കെ. ഈ ഇതേപോലെ ആയിരുന്നു ആ കവുങ്ങ് ഉണ്ടായിരുന്നത് അല്ലേ? ഓ ഓക്കെ. അപ്പൊ ഇത് കംപ്ലീറ്റ് നശിച്ചു പോയി. ഇതിന് ഉപയോഗിച്ചായിരുന്നോ? ഇല്ല, ഇതിന് ഉപയോഗിച്ചില്ല. ഓക്കെ. അന്നേരത്തിന് ഇതിന്റെ ഏതാണ്ട് തീർന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഇതുപോലെയുള്ള സാധനമാണ് അവിടെ കയറി വന്നത് നമുക്കല്ലേ? ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ കഴിഞ്ഞിട്ടാണ് അതിന് ആ രോഗം പിടിക്കുന്നത്. ഓ, അത് ഇത് വന്നു കഴിഞ്ഞിട്ടാണല്ലേ? അപ്പൊ ഒരു കൊല്ലം മുന്നേ നമ്മളത് അറിയാൻ വൈകിപ്പോയി എന്നുള്ളത് സാറല്ല. നമുക്ക് ഇനിയുള്ളതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു സാർ.